പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ആഗമന കാലഘട്ടത്തിൻ്റെ ആഗമനത്തിൻ്റെ സന്തോഷം തുളുമ്പുന്ന ഈ ദിനങ്ങളിൽ നമുക്കൊന്നിച്ച് ഈ ആലയത്തിൽ വീണ്ടും കടന്നു വരുവാനും പ്രതിസന്ധികൾക്ക് ഒരയവ് വന്നതിലുമുള്ള ആ ദൈവിക സന്തോഷത്തോടെ ഈ ആരാധനയിലായിരിക്കുവാനും ഇട നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. നാം ക്രിസ്മസിലേക്ക് വളരെ അടുത്തിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഓർമ്മകളിലേക്ക് സാധാരണയായി നാം ആഗമനം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രത്തോളം നമുക്കുണ്ട് എന്ന് ബോധ്യത്തോടു കൂടിയാണോ എന്ന് നമുക്കറിയില്ല. ആഗമനം എന്ന വാക്കിന് അർത്ഥം ഒന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ആഡ്വെൻ്റ് എന്ന് പറയാം. എന്നാൽ നാം വിശ്വസിക്കുന്ന സഭയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ആഗമനം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുടെ ഒരു സംയോജനമാണ്. ഒന്ന് തിരുപ്പിറവിയുടെ സ്മരണയും അവൻ്റെ വരവിൻ്റെ പ്രതീക്ഷയും. ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ ആഗമനമായി മാറുക. അതുകൊണ്ട് 2020 പരം വർഷത്തിനപ്പുറമായി നാം പുൽക്കൂട്ടിൽ കണ്ട യേശുവിൻ്റെ ആ രൂപം അതേപടി വീണ്ടും കാണുകയും അതുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുകയല്ല. മറിച്ച് ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന പ്രതീക്ഷയുടെ വാക്കുകൾ നൽകി. ആ പ്രതീക്ഷയിൽ നാം കാത്തിരിക്കുമ്പോൾ ഓരോ ആഗമനവും ഓർപ്പിക്കുന്നത് യേശു വന്നു, മരിച്ചു, ഉയർത്തു, അവൻ വീണ്ടും വരും എന്നുള്ളതാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുന്നത് വരവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. എന്നെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ഈ രണ്ടാം വരവ് എന്നത് എത്രത്തോളം ബോധ്യമുണ്ടെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടോ? രണ്ടാം വരവ് ഉണ്ടോ? രണ്ടാം വരവ് കേട്ടിട്ടുണ്ടോ? രണ്ടാം വരവ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? കൃത്യമായിട്ട് ഉണ്ടോ? ഈ മുഖംമൂടി വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ, കരയുകയാണോ, പല്ലിഞ്ഞെറുമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പണ്ടൊരമ്മച്ചി ഇങ്ങനെ പുൽപ്പറ്റിൽ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ പലവട്ടം കേട്ട കഥയായിരിക്കാം. അമ്മച്ചിക്ക് ഇങ്ങനെ ദൈവത്തോട് അടുക്കാൻ വളരെ ആഗ്രഹം. ആഗമനത്തെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചും ആവേശത്തോട് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ പുൽപ്പറ്റിന് അല്പം ആട്ടം ഉണ്ടായിരുന്നു. അമ്മച്ചി മുമ്പിൽ വന്ന്, അവിടെ ഗായസംഘമുള്ള പള്ളിയല്ല, അമ്മച്ചി മുമ്പിൽ വന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആവേശത്തോടെ അച്ഛൻ ഈ പുൽപ്പറ്റ് കുലുക്കിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിൻ്റെ കൊടുമുടിയിൽ ഈ പുൽപ്പറ്റ് അടപടലം അമ്മച്ചിയുടെ ദേഹത്ത് വീണു. അവിടെ കിടന്നുകൊണ്ട് അമ്മച്ചി പറഞ്ഞു അത്രേ, വരുമെന്ന് പല ഉപദേശിമാരും അച്ഛന്മാരും പറഞ്ഞു, പക്ഷേ ഇത്ര വേഗം, ഇത്ര ഭീകരതയോടെ വരുമെന്ന് അറിഞ്ഞില്ല എന്ന്. ഈ രണ്ടാം വരവിനെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടൊക്കെ അങ്ങനെയാണ്. നമ്മൾ കേൾക്കുന്ന പല ശബ്ദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പലരും പറയുന്നതൊക്കെയാണ് ശരിയെന്നൊക്കെ ഓർത്ത് നമ്മൾ വിശ്വസിച്ച് തൃപ്തി അടയാറുണ്ട്. എന്നാൽ രണ്ടാം വരവിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ അതിനൊക്കെ അപ്പുറമാണ്. നമ്മുടെ ഓർമ്മകളാണ് നമുക്കധികം ശക്തി നൽകുന്നത്. നമ്മുടെ സ്മരണകളാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇത് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഹന്നാന്റെ സുവിശേഷവും ആവർത്തന പുസ്തകവുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നാം ഇന്ന് മനസ്സിലാക്കണമെന്ന് സഭ ആവശ്യപ്പെടുന്ന വിഷയം മാർനാഥ കം ലോർഡ് ജീസസ്, മാർനാഥ യേശുവേ വരയണമേ. ഈ മാർനാഥ എന്ന വാക്ക് നമുക്ക് വളരെ പരിചിതമാണ്. നമ്മുടെ പല ജംഗ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാർനാഥ ഫുൾ ഗോസ്പൽ, മാർനാഥ 75%,
മാർനാഥ 100%, ഇല്ലേ, ഇങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം എന്താണെന്ന് വളരെ കൃത്യമായി നമ്മൾ പലവട്ടം കേട്ടു. എങ്കിലും ഓർക്കുവാൻ ഒരു പക്ഷേ താല്പര്യപ്പെടാത്തതോ താല്പര്യപ്പെട്ടതോ ആകാം. എങ്കിലും നിത്യജീവിതത്തിൽ നാം കൃത്യമായി അറിയുന്ന ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല നമുക്കറിയാം. മാർനാഥ എന്ന വാക്ക് ഒരു അരമൈക് ഭാഷാ പ്രയോഗമാണ്. നമുക്കറിയാവുന്ന പോലെ ഹെബ്രായ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹീബ്രു ലാംഗ്വേജ് പണ്ഡിതന്മാരുടെയും വേദത്തിൻ്റെയും ലാംഗ്വേജാണ്, ഭാഷയാണ്. എന്നാൽ അരാമ്യ ഭാഷ എന്ന് പറയപ്പെടുന്നത് ജനവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രാദേശിക ഭാഷയാണ്. നമുക്ക് തന്നെ ഭാഷകൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. നമ്മുടെ തെക്കൻ കേരളത്തിലെ ഭാഷയല്ല മധ്യകേരളത്തിൽ, മധ്യകേരളത്തിലെ ഭാഷയല്ല വടക്കൻ കേരളത്തിൽ. ഈ ഭാഷകളൊക്കെ മലയാളത്തിൻ്റെ പരിധി വരുമെങ്കിലും അതാത് ഭാഗത്ത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തിരുവനന്തപുരത്ത് ചെന്നിട്ട് ഒരു കാര്യം തന്നെ നമ്മൾ പറയുന്ന രീതിയിലല്ല പറയുക. നമ്മുടെ ചേട്ടൻ വെൺപാല ഓട്ടോ ഓടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അത് പറയും, നമ്മുടെ എണ്ണം വെൺപാല ഓട്ടോ ഓടിക്കുന്നു എന്ന് പറയും. നമുക്ക് മനസ്സിലാകും, പക്ഷെ അവർക്ക് മനസ്സിലാവും. പണ്ടൊരിക്കൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെ സംഭവം ഒരാൾ വിവരിച്ചു. തിരക്കേറിയ ബസ്സിൽ നിന്നുകൊണ്ട് ആളിങ്ങനെ ഉറക്കം വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ ഒരുത്തൻ പാമ്പാണ്, ഒരുത്തൻ ചേരയാണ്, ഒരുത്തൻ വണ്ടി ചുറ്റുകൊണ്ട് കറങ്ങാണ്. ഇതാർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ സംഭവം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ വിളിച്ച് ചോദിച്ചു, എന്താ പറഞ്ഞത്? ബസ്സിൽ ഭയങ്കര തിരക്കാണ്, ഒരുത്തൻ ചേരയാണ്, ഒരുത്തൻ ചേരയാണെന്നില്ല, ഒരുത്തൻ ചേരുകയാണ്, മറ്റേ പാമ്പാണ്, മറ്റവൻ പോകാൻ പോകുകയാണ്, ഒരുത്തൻ വണ്ടിക്ക് ചുറ്റും കറങ്ങുകയാണ്, ഒരുത്തൻ വണ്ടിയുടെ ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. നമ്മൾ ഈ ഭാഷ അവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരുത്തൻ ചേരാൻ പോവുകയാണ്, ഒരുത്തൻ പോകാൻ പോവുകയാണ്, ഒരുത്തൻ വണ്ടിയുടെ ചുറ്റും കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞാൽ, പക്ഷെ അവന് മനസ്സിലാവും ഒരുത്തൻ ചേര, ഒരുത്തൻ പാമ്പാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അരാമ്യ ഭാഷയ്ക്കും അങ്ങനൊരു കാര്യമുണ്ട്. എബ്രായ ഭാഷ പണ്ഡിതന്മാരുടെ ഭാഷയാണെങ്കിൽ ജനങ്ങളോട് സംവേദിക്കാൻ യേശുതമ്പുരാൻ ഏറ്റവും ഉപയോഗിച്ച ഭാഷ എന്നൊന്ന് പറയപ്പെടുന്നത് അരാമ്യ ഭാഷയാണ്. ആ അരാമ്യ ഭാഷയിലെ ഒരു ഗ്രീറ്റിങ്ങിൻ്റെ ഒരു ആശംസയുടെ വാക്കാണ് മാർനാഥ എന്ന വാക്ക്. ഒരു പക്ഷേ ദൈനംദിന ജീവിതത്തിൽ അവർ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന, ഉപയോഗിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഒരു സഭയുടെ ചട്ടക്കൂടിൻ്റെ നിത്യജീവിതത്തിലെ ഭാഷയാണ് മാർനാഥ എന്ന വാക്കാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. പൗലോസിൻ്റെ പ്രയോഗമാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുക, ഇഫ് എനി മൻ ലവ് നോട്ട് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ലെറ്റ് ഹിം ബി അനാഥിമ മാർനാഥ. ഇഫ് എനി മൻ ലവ് നോട്ട് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ലെറ്റ് ഹിം ബി അനാഥിമ മാർനാഥ. മലയാളം ഇങ്ങനെയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, കർത്താവെ വേഗം വരണമേ. ഇത് പൗലോസ് 1 കൊരിന്ത്യർ 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നതാണ്. ആ ശപിക്കപ്പെട്ടവെന്ന വാക്ക് സഭയിൽ നിന്നും ഒരു ബഹിഷ്കരണം ഉണ്ടാകുമെന്നതിനെ സൂചിപ്പിക്കുകയാണ്. ഒരുവൻ യേശുവിനെ സ്നേഹിച്ചില്ല എങ്കിൽ he will be or she will be excluded, he will be or she will be exempted എന്ന് പറയപ്പെടുന്ന വാക്കിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കർത്താവിൻ്റെ പുനരാഗമനത്തിനും അന്തിമ വിധിക്കുമുള്ള തയ്യാറെടുപ്പായെന്നും അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്കുള്ള ഒരു നിർദ്ദേശം വരുന്നു എന്നുള്ള ബോധ്യമാണ് മാർനാഥ എന്ന വാക്കിലൂടെ പറയുന്നത്, വായിച്ചറിയുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും അനീത്തിമ ശപിക്കപ്പെട്ടവൻ മാർനാഥ, കർത്താവെ വേഗം വരണമെന്ന് പറയുക. ആദിമസഭയിലെ ആരാധനാക്രമങ്ങളിലും മാറാന നാഥ എന്നൊരു പ്രയോഗമുണ്ട് എന്നാണ് വായിച്ചവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. മാറാന നാഥ ആശയം ഒരുപോലെ അങ്ങനെ പോവുകയാണ്. കർത്താവ് വരണം, രക്ഷകൻ വരണമെന്ന അർത്ഥമാണ് ഇതിലൂടെ പറയുക. അല്ലെങ്കിൽ വേഗത്തിലുള്ള ഒരു പുനരാഗമനത്തിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ ദുരിതങ്ങൾ അവസാനിക്കണം, ഈ ലോകം ഇങ്ങനെ പോയാൽ പോരാ, വ്യത്യസ്തമാകണമെന്ന് നമ്മെ അറിയിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയായിട്ടാണ് മാറാനാഥ എന്ന്
ആദിമസഭയുടെ ആരാധനാ ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അരാമ്യ ഭാഷയിൽ മാറാൻ അഥ എന്നൊരു പ്രയോഗമുണ്ടത്രേ. ഈ മാറാൻ അഥ എന്ന വാക്ക് ഉണ്ടായിട്ട് മാറാൻ എന്ന അഥയുടെ ഒരു ബേസ് അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അർത്ഥം അത് പിരിച്ചെഴുതിയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ആഗതനായി എന്നും കർത്താവ് ആഗതനാകും എന്നോ ഒക്കെ വായിച്ചെഴുതാം എന്നാണ് പറയുക. എന്നുമാകട്ടെ, ഇത് അരാമ്യ ഭാഷയിലെ പ്രായോഗികമായി ഉപയോഗിച്ചൊരു ഭാഷാ പ്രയോഗമാണ് മാർനാഥ. അർത്ഥം നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു, അവൻ വരും എന്നുള്ളതാണ്. ആ വരവിൽ കൃത്യതയോടെ അത് സ്വീകരിക്കാത്തവർ ശപിക്കപ്പെട്ടവർ എന്നാണ് ഒരു പരിധി വരെ പറയാൻ ആഗ്രഹിച്ചു വെച്ചത്. വേദപുസ്തകം കയ്യിലുണ്ടാകണം, ഗായകസംഘക്കാർക്ക് കൃത്യമായിട്ടുണ്ടാകണം. ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരും ഫോണിൽ നിന്നെടുത്ത് വായിക്കേണ്ട. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതാണ്, ഈ ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഇടയ്ക്ക് നിങ്ങളോടാണ് പറയുന്നത്. അപ്പോൾ ഈ റോമർക്ക് ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരും, ഉറപ്പായിട്ടും. ഇല്ലേ? ഇന്ന് ആരുടെയെങ്കിലും ഇല്ലല്ലോ? സന്തോഷം. റോമർക്ക് ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ആര് വായിക്കും? റോമർക്ക് ലേഖനം 9:3 പേജ് ഒട്ടിയിരിക്കുകയാണ്. ആവശ്യത്തോടെ വലിച്ചു കീറരുത്, സാവകാശം എടുത്ത് വായിച്ചാൽ മതി. എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുക. റോമർ 9:3. നിങ്ങൾക്ക് ആ ഭാഷ നന്നായിട്ടറിയാം. പൗലോസ് പറയുകയാണ്, സ്നേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ സഹോദര സ്നേഹം ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്നത് കൊണ്ട് ആ സഹോദര സ്നേഹം ഏറ്റവും വലുതാണെന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ പറയുക, ഫോർ ഐ കുഡ് വിഷ് ദാറ്റ് ഐ മൈസെൽഫ് വെയർ അക്കേഴ്സ്ഡ് ആൻഡ് കട്ട് ഓഫ് ഫ്രം ക്രൈസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മൈ ബ്രദേഴ്സ് മൈ കിൻസ്മെൻ അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. അതിൻ്റെ കത്തോലിക്ക വേദപുസ്തകത്തിൻ്റെ ഭാഷ ഇങ്ങനെയാണ്, ശാരീരികമായി എനിക്ക് സ്വന്തക്കാരായ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ നിന്നകന്ന് ശപിക്കപ്പെട്ടവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുക പൗലോസ് പറയുന്നത്. അതായത് സഹോദരനുള്ള സ്നേഹം വർദ്ധിക്കുന്നത് കൊണ്ട് ആ സ്നേഹം നിലനിർത്താൻ ഇനി ക്രിസ്തുവിനെ ഉപേക്ഷിക്കണമെങ്കിലും ഞാൻ റെഡിയാണ്. അത്രത്തോളമാണ് സഹോദര സ്നേഹത്തിൻ്റെ ആവശ്യമെന്ന് പറയാൻ വേണ്ടിയാണിത് പറയുക. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അവിടെ ശപിക്കപ്പെട്ടെന്ന വാക്കിനും നമ്മൾ കണ്ട അനീത്തിമ എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രാദേശികമായി ജനങ്ങളോട് സംവേദനം ചെയ്യുന്ന ഒരു ഭാഷാ പ്രയോഗം എന്ന നിലയിൽ സംവേദിക്കാൻ ആഗ്രഹിച്ചതൊന്നു മാത്രം, ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവൻ, ക്രിസ്തുവിനെ അറിയാത്തവൻ, അവൻ ശപിക്കപ്പെട്ടവനാണ്. പ്രാർത്ഥിക്കണം, താല്പര്യപ്പെടണം, മാറനാഥ കർത്താവെ നീ വേഗം വരയണമേ എന്ന്. അതായത് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണെങ്കിൽ ആ ശാപപരിധിയിൽ നിന്നും നാം ഒഴിവാക്കപ്പെടണമെന്നാണ് ഇതുമൂലം ആഗ്രഹിക്കുക എന്ന് പറയുക. ഞാനൊരു ഭാഗത്തിങ്ങനെ വായിച്ചു, മാർനാഥ ഇറ്റ്സ് എ പ്രോവർബ് ദാറ്റ് സ്റ്റിക്സ് ഔട്ട് ഓഫ് ദ ലിപ്സ് ഓഫ് എവറി ജ്യൂസ്. എല്ലാ അരാമ്യ ഭാഷ സംസാരിക്കുന്ന യഹൂദൻ്റെയും നാവിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഒരു പഴഞ്ചൊല്ല് പോലെയാണ് മാർനാഥ എന്ന് പറയപ്പെടുക. കാണുമ്പോൾ അവർ വിഷ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവരെങ്ങനെയാണ് വിഷ് ചെയ്യുന്നത്? ഞാൻ പണ്ടൊരു പള്ളിയിൽ ഒരു അത്യാവശ്യം അടക്കത്തിനായിട്ട് ഇരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഞാൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പാടുവിട്ടു. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ പാടുവിട്ട സമയത്ത് കുറേ കുഞ്ഞുങ്ങൾ വന്ന് എനിക്ക് ഇങ്ങനെ കാറ് പാർക്ക് ചെയ്യാൻ അവസരം തന്നു. അപ്പോൾ എനിക്കത് സന്തോഷമായി. ആ പള്ളിയിലെ യുവാക്കളൊക്കെ അത്രയും സജീവമാണല്ലോ എന്ന് ഓർത്തിങ്ങനെ ചോദിച്ചു, മോനെ ഈ പള്ളിയിലാണെന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ വളരെ റഫായിട്ട് എന്നോട് പറഞ്ഞു, ഇല്ല ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. വളരെ റഫായിട്ട് പറയും, ഇല്ല ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തമ്മിൽ കാണുമ്പോൾ ഇൻകുലാബ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ലാൽ സലാം എന്ന് പറയാറുണ്ട്. അവരുടെ ഒരു സല്യൂട്ടേഷനാണ്. കോൺഗ്രസ്സുകാരനെ കാണുമ്പോൾ ഒന്നും പറയാറൊന്നുമില്ല, എങ്ങനെ പാര വയ്ക്കാമെന്ന് ചിന്തിക്കത്തുള്ളൂ. ഒരു ക്രിസ്ത്യാനി തമ്മിൽ കാണുമ്പോൾ ഒരുപക്ഷെ അവൻ പറയേണ്ട കാര്യമാണ് മാർനാഥ കർത്താവേ വേഗം വരയണമേ എന്ന് പറയണം എന്നാണ് സഭാപരമായും ദൈവശാസ്ത്രപരമായും നാം പഠിച്ച് വച്ചിരിക്കുന്നതും നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആഗമന കാലയളവിൽ നാം ഒരു ആപ്തവാക്യം പോലെ ഇത് ഉരുവിടണമെന്നാണ് പറയുക, കർത്താവേ നീ വരണം. ഞാൻ സൂചിപ്പിച്ചത് വരിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വരാനുള്ള സാധ്യത വല്ലതും കാണുന്നുണ്ടോ? വരാനുള്ള സാധ്യത എന്ത് എന്ന് കർത്താവ് ജനിച്ചു കഴിഞ്ഞ് കർത്താവ് പരസ്യമായി രംഗത്തെത്തും മുമ്പ്
കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ വാക്കുകളായി ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അത് കൃത്യതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? വരവ്, പ്രതീക്ഷ, കർത്താവ് വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് വളരെ മാൻഡേറ്ററിയായി നമ്മൾ കീപ്പ് ചെയ്യണം. എന്താണ്? ലൂക്കോസ് 3:11 എന്താ പറയുക? അതിനകത്തെല്ലാം ഉണ്ട്. നമ്മൾ പല സഭാങ്ങളൊക്കെ പറയാറുണ്ടോ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യപരമായ അല്ലെങ്കിൽ സുസ്ഥിരമായ വികസനം എന്നൊക്കെ പറയുക. എന്താണ്? ഒരുവന് അടിസ്ഥാനപരമായി അവന് കിട്ടേണ്ടതാണ്. കർത്താവിൻ്റെ വരവിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി നാം ഉണ്ടാക്കേണ്ടത് എന്ന് കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്കായി വരും മുമ്പ് യോഹന്നാൻ സുവിശേഷകൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ്. ആര് വായിക്കും? എനിക്ക് അടുത്ത് കേൾക്കാൻ ഗായകസംഘക്കാരാണ് വായിക്കേണ്ടത്. നിങ്ങൾ പുസ്തകമില്ലാതെ വരരുത്. വീണ്ടും ഓർപ്പിക്കുന്നു, ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടം, അതുകൊണ്ടാണ് പറയുന്നത്. ഉണ്ടോ? 2ൻ്റെ കാര്യം 2 പേര് വായിച്ചുണ്ടോ? അതിന് അവൻ 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനവും അങ്ങനെ തന്നെ, ഇല്ലേ? അപ്പോൾ 2 കാര്യം, വസ്ത്രവും പാർപ്പിടവും, അല്ല, വസ്ത്രവും ഭക്ഷണവും അടിസ്ഥാനപരമായി എല്ലാവർക്കും ലഭിക്കണമെന്നുള്ള ഒരു പ്രതീക്ഷ മരുഭൂമിയിൽ വെച്ച് യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. അവൻ വിളിച്ചു പറയുന്നത്, ഒരുവൻ വരുന്നുണ്ട്, അവൻ ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ പരിഹാരം വരുത്തുന്നതാണ്. എന്നാൽ നാം ആകുന്ന ജനം എന്തു ചെയ്യണമെന്ന് കൃത്യമായി പറയുക. എന്താ പറഞ്ഞിരിക്കുന്നത്? എനിവൺ ഹൂ ഹാസ് 2 shirts should share with the one who has none, and anyone who has food should do the same. ഭക്ഷണമില്ലാത്തവനും ഉള്ളവനും തമ്മിൽ ഒരിക്കലും അന്തരമുണ്ടാകരുത് എന്ന് പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, മാർനാഥ എന്ന് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, നാം കരയുമ്പോൾ ഈ ഒരു മാനദണ്ഡം നമ്മൾ മനസ്സിലുണ്ടാകണം. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുവാനും ഭക്ഷണ സാധനങ്ങളും അങ്ങനെ പങ്കുവെക്കുവാനുള്ള മനസ്സുണ്ടാകേണ്ടതാണ് വരവിനുള്ള ഒരുക്കമെന്ന് പറയുക. അല്ലാതെ നമ്മൾ വെള്ളച്ചട്ടയും കൊണ്ടും എടുത്തിട്ട് എന്നും മധ്യാകാശ മണിപ്പന്തലിൽ പറക്കുകയോ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൊണ്ട് പൊങ്ങുകയല്ല. നല്ല വെള്ള വസ്ത്രം ഇട്ടിട്ട് അച്ഛന്മാരിങ്ങനെ അതിന് പുറത്ത് മേളിൽ ഉടുപ്പുമൊക്കെ ഇട്ട് പിന്നെ കാലാനുസൃതമായിട്ട് ഇട്ട് കളറും ഒക്കെ ഇട്ടുന്ന അങ്ങോട്ട് പറന്ന് പോവുകയില്ല. ഞങ്ങൾ പറയും, പക്ഷെ അവിടെ ഞങ്ങൾ കാണുകയില്ല. നിങ്ങൾ കാണും, നിങ്ങളവിടെ കാണും, ഞങ്ങൾ കാണുകയില്ല. ഞങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു തപ്പ് കിടന്നാൽ കാണുകയില്ല. എന്നാൽ പിന്നെ അടുത്ത പള്ളിയിൽ നിന്ന് അച്ഛനെ കാണാൻ അവിടെയും കാണുകയില്ല. നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടേക്കാം. അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടം. അല്ല, ഞാൻ എൻ്റെ ടോപ്പിക് കാണും, നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ കാണും, മേളിലിരിക്കും എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. അതാണ് നല്ല ഒരു ആത്മീയത ലക്ഷ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, മാർനാഥ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിതചര്യ. അല്ല, കർത്താവ് ഇപ്പം വന്നാൽ പോകുമെന്ന് പറഞ്ഞ് താളം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. യോഹന്നാൻ സാം വിളിച്ചു പറഞ്ഞു, 2 വസ്ത്രമുള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് അങ്ങനെ ഗുണമില്ലാത്തവൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന കാലത്തെക്കുറിച്ച് മരുഭൂമിയിൽ ഒരുപക്ഷെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എത്രത്തോളം ശ്രദ്ധയാകുന്നു എന്നറിയില്ല. എന്തുമായിക്കൊള്ളട്ടെ, മാർനാഥ എന്നുള്ളത് അരാമ്യ ഭാഷയിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് സഭയുടെ ഒരു ചട്ടക്കൂടും സഭ പാലിക്കേണ്ട ഒരു ദൈവശാസ്ത്ര ദർശനവുമാണ്. അല്ലാതെ പള്ളിക്ക് പേരിടേണ്ടതും പരിപാടിക്ക് പേരിടേണ്ടതുമായ ഒരു കാര്യമല്ല മാർനാഥ. ഇഫ് ദർ ആർ someone who do not have anything in this world, those who do not have any purchasing power, those who do not have any bargaining power, പിടിച്ചിക്കാൻ കഴിയാത്തവനുണ്ടെങ്കിൽ അവനെ പിടിച്ചു നിൽക്കാൻ ശക്തിപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ വരവിൽ നാം കാത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഫാദർ ബോബി ജോസ് കട്ടികാട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കട്ടി ആ വാക്കിൽ തന്നെയുണ്ട്, ഭയങ്കര കട്ടിയാണ് വായിച്ച് മനസ്സിലാക്കാൻ. അദ്ദേഹം ഈ വരവിനെക്കുറിച്ചുള്ള കാത്തിരിപ്പിനെക്കുറിച്ചുള്ള ഒരു എഴുത്തുണ്ട്. അദ്ദേഹം 2ാം വരവിനെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നതെങ്കിലും അദ്ദേഹം കാത്തിരിപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാത്തിരിപ്പ് ഒരു വലിയ മൂലധനമാണ്. കാത്തിരിപ്പ് ഒരു വലിയ മൂലധനമാണ്, ഒരു വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ ഭർത്താവിനെ കാണാമെന്ന് പ്രതീക്ഷയോടെ ലോകത്തിൽ ജീവിക്കുക. ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ്
ഭർത്താവിനെ കാണാവുന്ന പ്രതീക്ഷയോടെ ജീവിക്കുക. മക്കളെ നഷ്ടപ്പെട്ട അപ്പൻ മക്കളെ കാണുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അത് വലിയ മൂലധനമാണ്. അത് വിശ്വാസത്തിൻ്റെ സ്ഥൈര്യമാണ്, സ്ഥിരതയാണ്. ആ സ്ഥിരതയാണ് ഒരു പക്ഷേ ഈ മാർനാഥ എന്ന ചിന്തയുമായി കൂട്ടി വായിക്കേണ്ടത്. അതുകൊണ്ട് ആ വലിയ മൂലധനത്തെ ഈ രണ്ടാം വരവിൽ സ്വീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. എൻ്റെ ചിന്തകൾ 3 ആശയങ്ങൾ സമാഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട ആവർത്തന പുസ്തകത്തിലാണ് അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കണ്ടത്. മാർനാഥയുടെ നാം സ്വീകരിക്കേണ്ട തലത്തെക്കുറിച്ച്. അല്ല, മാർനാഥ എന്ന് നാം ഉച്ചരിക്കുമ്പോൾ അത് ഒരു ജീവിതചര്യയും ദൈവശാസ്ത്ര വീക്ഷണവുമാകുമ്പോൾ അതെങ്ങനെയാകണം, എന്തായിരിക്കണമെന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. എന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന മാർനാഥ എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് എൻകറേജ്മെൻറ്റ്, ഒരു പ്രചോദനമാണ്. when a person sees another person, if he or she say that മാർനാഥ, അത് ഒരു എൻകറേജ്മെൻ്റാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നുവെന്നും നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് മാറാൻ നിമിഷങ്ങൾ മതിയെന്നും അതെപ്പോൾ എപ്പോഴെന്ന് അറിയുന്നില്ല എന്നും പറയാൻ കഴിയുന്നത് ഒരു വലിയ എൻകറേജ്മെൻ്റാണ്. അത് മാർനാഥ എന്ന് പറയപ്പെടുന്നത് ഒരു പ്രചോദന വർത്തമാനമാണ്. വായിച്ച ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ദുരിതപൂർണമായ ജീവിതത്തിൽ ജീവിച്ച് മോശയ്ക്ക് ശേഷം ആരെന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ജനത്തോട്, ഇസ്രായേലിൻ്റെ 2-ാം തലമുറയോട് ദൈവത്തിൻ്റെ വാക്കുകൾ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ കുറിച്ചിരിക്കുന്നു. എന്താ കുറിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്കായി എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ദുരിതത്തിൻ്റെ കയത്തിലേക്ക് വീഴുമെന്ന് വിചാരിക്കുന്ന ഇസ്രായേലിൻ്റെ 2-ാം തലമുറയ്ക്ക് ഒരുപക്ഷെ മോശ കൊടുക്കുന്ന വാഗ്ദത്തമാണ്. യു ഡോണ്ട് വറി അബൌട്ട് യുവർ ഫ്യൂച്ചർ ആഫ്റ്റർ മൈ ഡെത്ത് ഓർ ആഫ്റ്റർ മൈ മിനിസ്ട്രി. എൻ്റെ കാലഘട്ടം അവസാനിച്ച ശേഷം നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും, നിങ്ങളുടെ നാട്ടുകാരിൽ ഒരാളായിരിക്കും, നിങ്ങൾ അവനെ ശ്രദ്ധിക്കും. കാരണം അവർ നിൻ്റെ ഭാഷ സംസാരിക്കുവാൻ, നിന്നോട് ചേരുവാൻ, നിന്നെ അറിയുന്ന, നിന്റെ ദുഃഖങ്ങൾ അറിയുന്നവനായിരിക്കുമെന്ന് മോശ ഇസ്രായേലിൻ്റെ 2-ാം തലമുറയോട് പറയുകയാണ്. ആ പ്രചോദനത്തിൻ്റെ ഒളിഞ്ഞിരുന്ന വാക്കാണ് യേശു. ഇസ്രായേലിൻ്റെ 2-ാം തലമുറയോട് മോശ പറഞ്ഞ ആ വാക്കുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും വായിച്ചെടുക്കാവുന്നവനാണ് യേശുവെന്ന 2-ാം വരവോട് നാം കാത്തിരിക്കുന്ന രക്ഷിതാവ് എന്നോർക്കുക. വായിച്ചിട്ടുണ്ടല്ലോ, സീഡ് ഓഫ് ദ വുമൻ ഹു വാസ് ടു ക്രഷ് ദ സർപ്പന്റ് ഹെഡ്. പാമ്പിൻ്റെ തല തകർക്കുന്നവൻ. എബ്രഹാമിൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ അനുഗ്രഹപാത്രത്തിൻ്റെ ഭാഗമാകാൻ വിളിക്കപ്പെട്ടവൻ. അവൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നവൻ നിങ്ങളോട് തന്നെ കൂടെ ഇരിക്കും. എബ്രായ ഭാഷയുടെ പണ്ഡിത ഭാഷയാണെങ്കിൽ അരാമ്യ ഭാഷയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ വേദനയെ കൃത്യതയോടെ സ്വാംശീകരിക്കുന്ന അത് പറയുന്ന ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിന്നുമുണ്ടാകും എന്നാണ് പറയുക. എന്നാൽ ഈ യേശുവിൻ്റെ വരവിൻ്റെ പ്രചോദനം എല്ലാവർക്കും ലഭ്യമാകണമെന്നില്ല. കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ സ്വാധീനമുണ്ടാകണമെന്നില്ല. എന്നാൽ നിങ്ങൾ ചിലരെങ്കിലും സമൂഹ മാധ്യമങ്ങൾ കണ്ടും കൊട്ടാരക്കരയ്ക്കടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ ഒരു ബദാം മരത്തിൽ ചെറുപ്പക്കാരൻ തൂങ്ങി നിൽക്കുന്ന ലൈവ് കാണിച്ചതാണ്. തൂങ്ങി നിൽക്കുകയാണ്. കാത്തിരിപ്പ് പലർക്കും നിഷ്ഫലമാണ്. ജീവിതത്തിൽ പ്രതിസന്ധി ദൈവം നീക്കുമെന്നറിയാത്തവർക്ക് ആത്മഹത്യയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന നിങ്ങളിൽ ഒരുവനാകുന്നവനെ ഉയർപ്പിക്കുമ്പോഴും അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാനും അല്ലെങ്കിൽ അവൻ്റെ വരവിലാൽ പ്രചോദിതനാകുവാനും എല്ലാവർക്കും സാധ്യമല്ല. അത് ബില്ലിഗ്രഹാം പറഞ്ഞിട്ടുണ്ട്. ബില്ലിഗ്രഹാം പറഞ്ഞെന്താണെന്ന് അറിയാമോ? The subject of the second coming of Christ has never been popular to any but the true believer. The subject of the second coming of Christ has never been popular to any but the true believer. ക്രിസ്തുവിൻ്റെ 2-ാം വരവെന്ന വിഷയം യഥാർത്ഥ വിശ്വാസികൾക്കല്ലാതെ ആരുടെയും ഇടയിൽ പ്രചാരം നേടുകയില്ല.
അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിലുണ്ടെങ്കിൽ മാത്രമേ അവൻ വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദുരിതം മാറാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങളാൽ തന്നെ എടുക്കപ്പെടുന്നവൻ, നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നവൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ ഡീകോഡ് ചെയ്യാൻ കഴിയുന്നവൻ, അവൻ വരുമെന്ന് പറയപ്പെടുമ്പോഴും അത് പ്രതീക്ഷിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ സാധിക്കൂവെന്നാണ് ബില്ലി ഗ്രഹാം പറയുന്നത്. ആ സാക്ഷ്യത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ഒത്തിരി പാട്ടുകൾ പാടാറുണ്ട്. ഫാനി ജെ ക്രോസ്ബിയുടെ, ഈ ഫാനി ജെ ക്രോസ്ബിയുടെ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ്. അതിങ്ങനെയാണ്, അവളിങ്ങനെ പാടുന്നു: ടേക്ക് ദ ഹോൾ ബട്ട് ഗിവ് മീ ജീസസ്, ഇൻ ഹിസ് ക്രോസ് മൈ ട്രസ്റ്റ് ഷാൽ ബി, ടിൽ വിത്ത് ക്ലിയർ ബ്രൈറ്റർ വിഷൻ ഫേസ് ടു ഫേസ് മൈ ലോഡ് ഐ സി. നിങ്ങൾക്കറിയാം, ഫാനി ജെ ക്രോസ്ബി 6ാമത്തെ ആഴ്ചയിൽ അന്ധയായി 10,000 പാട്ടുകൾ എഴുതിയവളാണ്. അവൾ പറയുന്നു: ലോകത്തെ എടുക്കൂ, എന്നാൽ എനിക്ക് യേശുവിനെ തരൂ. വ്യക്തവും ഉജ്ജ്വലവുമായ കാഴ്ചയോടെ എൻ്റെ കർത്താവിനെ ഞാൻ മുഖാമുഖം കാണുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച മാർനാദ ഈസ് എ മാറ്റർ ഓഫ് എൻകറേജ്മെൻറ്റ്, നോട്ട് ഫോർ എവരി വൺ ബട്ട് ദ ട്രൂ ബിലീവർ. മാർനാദ എന്ന സല്യൂട്ടേഷൻ ഒരുപക്ഷെ ഒരു പ്രചോദനമാണ്, എല്ലാവർക്കുമല്ല, യേശുവിനെ കൃത്യതയോടെ അറിഞ്ഞ് പാലിക്കുന്നവർക്ക് എന്ന് ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, മാർനാദ ഇറ്റ് ഗിവ്സ് എ മാറ്റർ ഓഫ് ഹോപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. പ്രതീക്ഷ നൽകുമ്പോൾ തന്നെ കണക്ക് ബോധിപ്പിക്കണമെന്ന് മാർനാഥ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. വായിക്കാം, ആവർത്തന പുസ്തകം 18-19 വാക്യം. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. അപ്പോൾ പ്രത്യാശ നൽകുന്നുവെങ്കിലും ആ ബിബ്ലിക്കൽ മാൻഡേറ്റ് അല്ല ബിബ്ലിക്കൽ റിക്വയർമെൻറ്റ് നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ അവനോട് വചനത്തിലൂടെ നമ്മോട് ചോദിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വചനം തന്നിട്ടുണ്ട്, നമുക്കറിയാൻ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഇല്ലേ? നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങളുടെ വചനം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ തരും. എന്നാൽ 19 വാക്യം പറയുന്നത് അവനെ കേൾക്കാതിരുന്നാൽ അവനോട് ചോദിക്കുമെന്ന് പറയാം. സ്പർജൻ, നമുക്കറിയാവുന്ന എഴുത്തുകാരൻ സ്പർജൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ സ്പർജൻ പറഞ്ഞത്? ദ ഫാക്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ടു കം അഗെയിൻ ഈസ് നോട്ട് എ റീസൺ ഫോർ സ്റ്റാർ ഗേസിങ് ബട്ട് ഫോർ വാക്കിംഗ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദ ഫാക്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ടു കം അഗെയിൻ ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റാർ ഗേസിങ്. നമ്മുടെ ക്രിസ്മസ് കാലങ്ങളിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയപ്പെടുന്നത് മാക്സിമം നക്ഷത്രം വലുപ്പം ചെറുപ്പമുള്ള ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്പർജൻ പറയുന്നത് ദ ഫാക്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ടു കം അഗെയിൻ ഈസ് നോട്ട് എ റീസൺ ഫോർ സ്റ്റാർ ഗേസിങ്. യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു എന്നത് നക്ഷത്ര നിരീക്ഷണത്തിലുള്ള കാരണമല്ല. വളരെ അർത്ഥഗർഭമാണ്. നമ്മളിപ്പോഴും ആ നക്ഷത്രത്തിന് പിന്നാലെ പായുകയാണ്. അദ്ദേഹം തീർത്തു പറയുന്നു, മറിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ പ്രവർത്തിക്കാനുള്ള കാരണമാണ്. അർത്ഥം മറ്റൊന്നുമല്ല, ഒന്നാമത്തെ വരവിൻ്റെ നക്ഷത്രത്തിന് പിന്നാലെ പോകേണ്ട കാലം കഴിഞ്ഞു. ആ നക്ഷത്രം പോയി മറഞ്ഞു. ആ നക്ഷത്രം എത്തേണ്ടടുത്ത് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അവൻ വളർന്നു, ഗലീലയിൽ സഞ്ചരിച്ചു. ഗലീലയുടെ പരപ്പിലൂടെ നടന്ന ജനത്തിൻ്റെ വിഷമങ്ങളെ മനസ്സിലാക്കി, വിഷങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചതുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെട്ടു. അവൻ ഉയർത്തു. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്പർജൻ പറയുന്നു, ദ ഫാക്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ടു കം അഗെയിൻ ഈസ് നോട്ട് എ റീസൺ ഫോർ സ്റ്റാർ ഗേസിങ്. വീണ്ടും ആ നക്ഷത്രം നോക്കുകയാണ്, മറിച്ച് യു റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നീ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഭാഗത്തിങ്ങനെ വായിച്ചു, യു എൻജോയ് യുവർ ലൈഫ് ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഹെവൻ. ജീവിതം ആസ്വദിച്ചു കൊള്ളുക, പക്ഷെ ഉറപ്പിക്കുക നിനക്ക് സ്വർഗം കൂടി ലഭിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് കാലങ്ങളിലൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഈ കരോൾ റൗണ്ട്സുകളൊക്കെ പോകും. നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ പാടുന്നുണ്ട്, അവർ വളരെ 10 മണി കൊണ്ടൊക്കെ തിരിക. പണ്ട് ഈ കൊറോണയുടെ പ്രതിസന്ധിക്ക് മുമ്പ് ക്രിസ്മസ് കരോൾ റൗണ്ട്സ് എന്ന് പറയപ്പെടുന്നത് ഭയങ്കര രസമാണ്. പരമ്പരാഗത പള്ളികളിലൊക്കെ അങ്ങനെയാണ്. വൈകിട്ട് 6 മണിയാവുമ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളും യൂത്തുകാരും ഒക്കെ പാട്ടുപാടി ആവേശത്തോടെ പോകും. ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് അവർ ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും അങ്ങ് ക്ഷീണിക്കും. പിന്നെ വെളുക്കുന്നവർ പാടുന്ന ആരാന്നറിയാമോ? സമീപത്തെ ഷാപ്പിൽ നിന്നും വിശ്വാസികൾ വന്നുകൂടും. അവരാണ് രാത്രി 10 മുതൽ വെളുപ്പാങ്കാലം 4 വരെയുള്ള ഭാഗത്തെ ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നത്. സ്റ്റാർ ഗേസിങ് പീപ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ അതിൽ ചിലരൊക്കെ സാന്റാക്ലോസിൻ്റെ വേഷമിട്ട് മാടക്കടയിൽ ഇങ്ങനെ ചാരിയിരിക്കും. ചിലർ ഛർദ്ദിച്ച് റോഡിൽ കിടക്കുന്നത് നായ്ക്കുട്ടികൾ വന്ന് അതിൻ്റെ ഉറവിടം അന്വേഷിച്ച്
ഇങ്ങനെ പോകും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കുക എന്ന് പറഞ്ഞാൽ സ്പർജൻ പറയുന്നു, ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് സ്റ്റാർ ഗേസിങ്. വീണ്ടും നക്ഷത്രത്തെ നോക്കി പോവുകയില്ല. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ യു ഹാവ് റിസീവ്ഡ് ദ പവർ ഓഫ് ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിതം ആസ്വദിക്കണം, പക്ഷേ സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും വേണമെന്നാണ് പറയുക. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ഹാവ് മാർനാഥ മൈൻഡ് സെറ്റ്, ഹാവ് മാർനാഥ മൈൻഡ് സെറ്റ്, മാർനാഥയുടെ മനസ്ഥിതി ഉളവാക്കിയെടുക്കണം. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത ഇങ്ങനെ പറയുക, ദോസ് വിത്ത് എ മാർനാഥ മൈൻഡ് സെറ്റ് ഷുഡ് ഹാവ് എ സെൻസ് ഓഫ് ഏർജൻസി to know that time is near to wake up from sleep, from our spiritual slumber, apathy and backsliding. എന്താ പറഞ്ഞത്? ഉറക്കത്തിൽ ഉണരാനുള്ള സമയമാണ്. ആ അടിയന്തര ബോധം വേണം. ഉറക്കമെന്നാൽ ആത്മീയ ഉറക്കം, നിസ്സംഗത, പിന്മാറ്റം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരു അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ടാകണം. ഈ മാർനാഥ എന്ന് ഉച്ചരിച്ച് നടക്കുമ്പോൾ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുമ്പോൾ, ഇറ്റ് ഗിവ്സ് ഹോപ്പ്. സൈമിൾട്ടേനിയസ്ലി ദർ ഇസ് എ റിക്വയർമെൻറ്റ് ഓഫ് അക്കൗണ്ടബിലിറ്റി. ഒരു കണക്കിൻ്റെ ബോധ്യവും കൂടി ഉണ്ടാകണം. അത് വിശ്വാസികൾക്ക് എല്ലാവർക്കുമുണ്ട്, സഭയ്ക്കുമുണ്ട്. സഭയ്ക്കുമുണ്ട് അക്കൗണ്ടബിലിറ്റി, സഭയ്ക്കുമുണ്ടാകണം. കൃത്യതയോടെ പണത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളോട് ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാർനാഥ, ഇറ്റ് ഗിവ്സ് അസ് ഹോപ്പ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഗിവ്സ് അസ്, ഇറ്റ് ആസ്ക്സ് us to have accountability also. കണക്കെടുപ്പുമുണ്ട് എന്ന് പറയുന്നു. വചനമൊക്കെ തരും, പക്ഷെ നിന്നോട് അത് കേൾക്കാതിരുന്നാൽ കണക്കും ചോദിക്കുമെന്ന് മാർനാഥ എന്ന ആശയം നമ്മോട് പറയുന്നു. മൂന്നാമത്തെ അവസാനത്തെ ആശയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മാർനാഥ ഈസ് എ മാറ്റർ ഓഫ് ജഡ്ജ്മെൻറ്റ്. കർത്താവിൻ്റെ വരവെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ന്യായവിധിയുടെ എലമെൻ്റ് ഉണ്ടെന്ന് ഓർക്കണം. ന്യായവിധിയുടെ എലമെൻ്റ് ഉണ്ട്. നമുക്കിനിയും പഠിക്കാൻ പലപ്പോഴും താമസം വേണോ എന്നെനിക്കറിയത്തില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പണ്ടൊക്കെ താമസിച്ച ഇപ്പോൾ ഉടനെ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പലരെയും നോക്കി പറയുമ്പോൾ എന്നിലുമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കില്ല എന്നുള്ള സത്യാവസ്ഥ. കാലം വളരെ പെട്ടെന്ന് പായുന്നത് കൊണ്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ പലപ്പോഴും ചെയ്യുന്ന തെറ്റുകളുടെ കുറ്റങ്ങളുടെ ദൈവവിധിയൊക്കെ ഈ ലോകത്ത് തന്നെ ചിലരെങ്കിലും അനുഭവിച്ചാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാർനാഥ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ വിഷയം കൂടിയാണെന്ന് പറയുമ്പോൾ 20-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ടൊന്ന് വായിക്കണം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20 മുതൽ. എന്നാൽ ഒരു പ്രവാചകൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോട് പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അങ്കിളെ 1.5 കോടി വന്നോ? അങ്കിളെ 1.5 കോടി വന്നോ? ഒട്ടും മലയാളം അറിയത്തില്ല, പക്ഷേ ഈ ചവറ് ഭാഷ അറിയാം. മലയാളം അറിയത്തില്ല, പക്ഷേ ഈ ചവറ് ഭാഷയല്ല. അങ്കിളെ 1.5 കോടി വന്നോ? എങ്ങനെയാ വന്നേ? ഈ ചവറ് ഭാഷ അറിയാം. ഒന്ന് ചേർത്ത് വായിക്കുന്ന നല്ലതാണ്. എന്നാൽ പ്രവാചകൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോട് പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണ ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ, രണ്ടാം വരവ് ഒരു ന്യായവിധിയും കൂടി പറയുന്നുണ്ട്. ഹഡ്സൺ ടൈലർ ഇങ്ങനെ പറഞ്ഞു, സിൻസ് ഹി മേ കം എനി ഡേ, ഇറ്റ് ഈസ് വെൽ ടു ബി റെഡി എവറി ഡേ. സിൻസ് ജീസസ് മേ കം എനി ഡേ, ഇറ്റ് ഈസ് വെൽ ടു ബി റെഡി എവറി ഡേ. അവൻ എപ്പോൾ വേണമെങ്കിലും വരാമെന്നതിനാൽ ഏത് ദിവസവും വരുമെന്ന ഉറപ്പിൽ തയ്യാറായിരിക്കണമെന്ന. ചട്ടയും മുണ്ടും എടുത്ത് മടക്കി വെച്ചേക്കണമെന്നല്ല. യോഹന്നാൻ പറഞ്ഞു ലൂക്ക് 3:11 എന്താണ്? 2 1 അങ്ങോട്ടും കൊടുക്കണം, 1 ഇങ്ങോട്ടും വരണം. ഇനി ആ 18-22 കൂടെ വായിച്ചെങ്കിലേ അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. 21 മുതൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ഈ പേടി കൊണ്ടാണല്ലോ ഓടുന്നത്.
ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് ഓടിയത് പേടി കൊണ്ടാണല്ലോ. കാരണം നമുക്ക് കേൾക്കേണ്ട പ്രവചനമാണല്ലോ. എന്നെക്കുറിച്ച് പ്രവചനം കൃത്യമാണെന്ന് ഓർക്കണം. ഇതിനേക്കാൾ വലിയ തമ്പുരാക്കന്മാർ അടിപതറിയ ഇടമാണിത്. 191 ഗീതമുണ്ട്. എനിക്ക് പാടാൻ ഇഷ്ടമില്ലാത്ത ഗീതമാണ്. നിങ്ങൾക്ക് എടുത്ത് നോക്കാം. പാട്ടുപുസ്തകം ഇല്ലെങ്കിൽ അല്ല, ബൈബിളില്ലെങ്കിൽ പാട്ടുപുസ്തകം കാണുമല്ലോ. പാട്ടൊന്നും പാടണ്ട, അതിൻ്റെ ആദ്യത്തെ വരിയൊന്ന് വായിച്ചാൽ മതി. പ്രവാചകൻ പറയുന്നത് ദൈവഹിതപ്രകാരമുള്ളതും വചന നിബിഡവുമല്ലെങ്കിൽ ന്യായവിധിക്ക് അർഹതയുള്ളതാണ് എന്ന് കൃത്യമായി പറയുന്ന സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. 191 ഗീതത്തിൻ്റെ ആദ്യ വരി എന്താ? അല്ലല്ല, അത് കീർത്തനം. അതെല്ലാവർക്കും കീർത്തനമാണ് ഇഷ്ടം. ഗീതം പറ. ഗീതം. കാന്ത താമസം എൻ്റെ മാർനാഥയുമായി വളരെ ചേർന്ന് നിൽക്കുന്നൊരു പാട്ടാണ്. കാന്ത താമസം എന്തേ വരുവാൻ. നമ്മളങ്ങനെ പാടാറില്ല. എനിക്കത് പാടാൻ വലിയ ഇഷ്ടവുമില്ലത്. കാരണം മറ്റൊന്നുമല്ല, അത് എഴുതിയ കോണ്ടെക്സ്റ്റ് കൊണ്ടാണ്. എഴുതിയ ആളുടെ നമുക്കറിയാം. ആരാ എഴുതിയത്? കിഴി എഴുതിയിട്ട് ആരാ എഴുതിയിരിക്കുന്നത്? ബ്രാഹ്മണനായ ഉസ്തൂസ് ജോസഫ്, വിദ്വാൻകുട്ടി അച്ഛൻ എന്ന ലോക ചരിത്രം പ്രഘോഷിച്ച മനുഷ്യനാണ് എഴുതിയത്. CMS മൂവ്മെൻറ്റിൻ്റെ തീവ്രതയിൽ CMS വേദപുസ്തക വിപ്ലവത്തെക്കാൾ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോയ ആളാണ് ഓമല്ലൂർ ഈപ്പനും വിദ്വാൻകുട്ടി അച്ഛൻ എന്ന ബ്രാഹ്മണ പണ്ഡിതനുമൊക്കെ. ഇവരുടെ പഠനത്തിൽ അവർ പറഞ്ഞു 1876 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയും 12-ാം തീയതിക്കും ഇടയ്ക്ക് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണ ഭാഗമായി സമ്പൂർണ്ണ ഇരുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞ് തീർത്തൊന്നുമില്ല. ക്യൂൻ വിക്ടോറിയയ്ക്ക് ടെലഗ്രാം അടിച്ചു, പോപ്പിന് ടെലഗ്രാം അടിച്ചു, കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനെ അറിയിച്ചു, തിരുവിതാംകൂർ മഹാരാജാവിനെ ടെലഗ്രാം വഴിയായിട്ട് അറിയിച്ചു. 1876 ഓഗസ്റ്റ് മാസം 10-നും 12-നും ഇടയ്ക്ക് ഒരു വലിയ അന്ധകാരം ഉണ്ടാകും. ഈ അന്ധകാരം യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. നമ്മുടെ കക്ഷികളൊക്കെ ഒത്തുകൂടി. കക്ഷികൾ അങ്ങനെയാണല്ലോ. കഞ്ഞി വയ്ക്കാനല്ലാത്തവന് കഞ്ഞി വയ്ക്കാൻ കൊടുക്കുകയില്ല. കള്ളപ്രവാചകന്മാർക്ക് പൈസ കൊടുക്കുന്ന ശീലം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് 1.5 കോടിയുടെ കേസുകളാണ്. 1.5 കോടിയുടെ കേസുകളാണ്. കൊണ്ട് കാതും കയ്യും പറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് അടക്കോഴിയെ പൂടെ പറിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. 1876 ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് മുമ്പായി ഈ ഓമല്ലൂർ ഈപ്പൻ്റെയും വിദ്വാൻകുട്ടി ജോസഫ് അച്ഛൻ്റെയും കൂടിയ കക്ഷികളൊക്കെ പലരിതും പറിച്ചു കൊടുത്തു. പലയിടങ്ങളിലും വലിയ സദ്യകളാണ്. കാരണം ജീവിച്ചിട്ട് കാര്യമില്ല. വീട് പണിഞ്ഞ് നല്ല ഒരു ഘട്ടമെത്തിയപ്പോൾ അവിടെ നിർത്തി. കാരണം കർത്താവ് വരാകുമ്പോൾ പിന്നെ വീട് വെക്കുന്നത്. നട്ടുച്ചയ്ക്ക് ചൂട്ടുകറ്റയുമായിട്ടാണ് പോകുന്നത്. ചൂട്ടുകറ്റയുമായിട്ട്. കാരണം 12 മണിയാകുമ്പോൾ കർത്താവ് വരുന്നതിൻ്റെ ഭാഗമായി ഇരുട്ടായി പോയാൽ പിന്നെ കണ്ണ് കാണണ്ടേ. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? വലിയ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ നടന്നതാണ്. പക്ഷേ 1876 ഓഗസ്റ്റ് മാസം 12-ാം തീയതി വന്നില്ല. വരാഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ആത്മീയ കണ്ണുള്ളവനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞൊക്കെ ഒരു പരിധി വരെ തടി തപ്പി. ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരാൾ രസകരമായ എഴുതി ഞാൻ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരാൾ അന്നത്തെ ഉച്ചയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ ദ സൺ വാസ് ബ്രൈറ്റ് ആസ് എവർ. ആസ് യൂഷ്വൽ ദ സൺ വാസ് ബ്രൈറ്റ് ആസ് എവർ. ഈ കർത്താവ് വരുമെന്ന് പറഞ്ഞ ആ ദിവസം സാധാരണ ഉള്ള ദിവസം പോലെയും ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറമായും സൂര്യൻ വളരെ നന്നായിട്ട് പ്രകാശിച്ചു. സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ സ്ഥലത്തിനടുത്ത് വെട്ടിയാർ എന്ന സ്ഥലമുണ്ട്. വെട്ടിയാർ 1878 ജൂലൈ മാസം 25-ാം തീയതി കർത്താവ് വരുമെന്ന് പറഞ്ഞ ഈ പ്രവാചകൻ്റെ ശിഷ്യനായ ഓമല്ലൂർ ഈപ്പൻ വെട്ടിയാർ എന്ന സ്ഥലത്തെ ഒരു മരത്തിൽ തൂങ്ങിച്ചത്ത് കളഞ്ഞു. നമ്മുടെ മോൻസൺ കണ്ടില്ല. മോൻസൺ കണ്ടത് അതും പിടിച്ച് വിറ്റ് കാശാക്കിയെന്നെ. 1876 വരുമെന്ന് പറഞ്ഞു. 78 ജൂലൈ മാസം 25-ാം തീയതി വിദ്വാൻകുട്ടി ജോസഫച്ചൻ്റെ കൂടെ കൂടിയ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. പ്രതീക്ഷ മാർനാഥ, കർത്താവേ വേഗം വരയണമേ. തീർന്നില്ല. വിദ്വാൻകുട്ടി ജോസഫച്ചൻ്റെ സഹോദരനായിരുന്നു മത്തായിക്കുട്ടി. പിന്നെ ഒരു കൂടാരപ്പള്ളി തൊമ്മനും ഉണ്ടായിരുന്നു. ഇവർ 1878 തന്നെ ചിക്കൻ ബോക്സ് ഒന്ന് മരിച്ചുപോയി. വീണ്ടും 1881 ഒക്ടോബർ മാസം 2-ാം തീയതി പറഞ്ഞു വീണ്ടും വരുമെന്ന് പറഞ്ഞു. ആ രാത്രി മൊത്തം ഓമല്ലൂർ ഈപ്പൻ തൂങ്ങിച്ചത്തു. മത്തായിക്കുട്ടി ചിക്കൻ ബോക്സ് ഒന്ന് മരിച്ചു. അല്ലെങ്കിൽ പറയപ്പെട്ട കൂടാരപ്പള്ളി തൊമ്മനും മരിച്ചു കഴിഞ്ഞപ്പോൾ സഹയാത്രികരൊക്കെ അവസാനിച്ച് ഉപേക്ഷിച്ചവരായി രാത്രി മൊത്തം ഇരുന്നപ്പോൾ അന്നും കർത്താവ് വരാഞ്ഞപ്പോൾ അന്ന് രാത്രി നീണ്ടെഴുത്തെഴുതിയതാണ് കാന്ത താമസം എന്താ വരാൻ. ആ സഭ അപലക്ഷണമായി പോയി.
പലരും പല വഴിക്ക് പോയി. കൂട്ടിയൊന്ന് വായിക്കണം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്നാൽ ഒരു പ്രവാചകൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോട് പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. കൂടാതെ തീരുന്നില്ല. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ എന്നുള്ളത് കൊണ്ട് അവനെ പേടിക്കരുത്, ഓടിപ്പോകേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പറയുക. കർത്താവ് വരും. അതുകൊണ്ട് ഈ കാരണം കൊണ്ടാണ് ഈ കാന്താ താമസ് ഈ പാഠം വലിയ താല്പര്യം. കാരണം എഴുതിയ കോണ്ടക്സ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഒരു നല്ല പ്രവാചകനായിട്ട് എഴുതിയതല്ല, ഹലൂസിനേഷൻ ചിത്രഭ്രമത്തിൽ എഴുതിയ, യാഥാർത്ഥ്യബോധമില്ലാതെ എഴുതിയതാണ്. സെയിൻ്റ് അഗസ്റ്റിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. സെയിൻ്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു: ഹി ഹൂ ലവ്സ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് നോട്ട് ഹി ഹൂ അഫേംസ് ഇറ്റ് ഈസ് ഫാർ ഓഫ്, നോർ ഈസ് ഇറ്റ് ഹി ഹൂ സേസ് ഇറ്റ് ഈസ് നിയർ. It is he who, whether it be far or near, awaits it with sincere faith, steadfast hope and fervent love. കർത്താവിൻ്റെ വരവ് ആഗ്രഹിക്കുന്നവർ അത് അകലെയാണോ അടുത്താണോ എന്ന് പറയുന്നവനല്ല. അകലെയാണെങ്കിലും സമീപമാണെങ്കിലും ആത്മാർത്ഥമായ വിശ്വാസത്തോടും വേഗതയുള്ള പ്രത്യാശയോടും തീക്ഷ്ണമായ സ്നേഹത്തോടും കാത്തിരിക്കുന്നവനാണ്. He who loves the coming of the Lord is not he who affirms it is far off, nor is it he who says it is near. It is he who, whether it be far or near, awaits it with sincere faith, steadfast hope and fervent love. ഓരോ മാർനാഥ സംഭവങ്ങൾ, പ്രസംഗങ്ങളും ഓരോ ആഗമനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും നമ്മോട് പറയുന്നത് ഈ പറയപ്പെട്ട ആത്മാർത്ഥമായ വിശ്വാസത്തോടും വേഗതയുള്ള പ്രത്യാശയോടും തീക്ഷ്ണമായ സ്നേഹത്തോടും ലൂക്കോസ് സുവിശേഷ പുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷകൻ്റെതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഇല്ലാത്തവന് പകരുന്ന സുവിശേഷ ദർശനത്തിൻ്റെ ഭാഗമായും ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഈ ആഗമനം നമ്മെ ശക്തീകരിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. മാർനാഥ എന്ന് പരസ്പരം ആശംസിക്കുവാൻ, അത് ആശംസിക്കണമെങ്കിൽ സ്വയംകൃതമായി പറയുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആവശ്യങ്ങളുടെ മുഖത്ത് ഇടപാടുകൾ നടത്തിക്കൊണ്ട് സത്യത്തോട് മുഖം തിരിക്കാതെ സത്യം സത്യമായി സംസാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ന്യായവിധിയിൽ ഒരിക്കലും നാം തള്ളപ്പെടില്ല എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ ഉള്ള ഒരു കൃപ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ കൃപയിൽ ജീവിപ്പാൻ ഈ ആഗമന കാലഘട്ടത്തിലെ കർത്താവെ വരേണമേ എന്ന നമ്മുടെ ആപ്തവാക്യം നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും സകല ബഹുമാനം മഹത്വം സദാകാലം ഉണ്ടായിരിക്കുമാറാകട്ടെ.